ഹലോ കുട്ടീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് പുതുതായിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്, വെൻ, വൈ. അപ്പോൾ വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എപ്പോഴാണ് നീ വരിക? വെൻ വിൽ യു കം? അതുപോലെ എപ്പോഴാണ് നീ പോവുക? വെൻ വിൽ യു ഗോ? അടുത്താണ് വൈ. വൈ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ മീനിങ് എന്തുകൊണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വൈകിയേ? നമ്മൾ സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇന്ന് എന്തുകൊണ്ടാണ് വൈകിയേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വൈ ആർ യു ലേറ്റ് ടുഡേ എന്നാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വൈകിയിരിക്കുന്നത്? അതുപോലെ എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വരാതിരുന്നത്? വൈ ഡിഡ് യു കം ഹിയർ? എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വരാതിരുന്നത്? ഓക്കെ, അപ്പോൾ ഈ എന്തുകൊണ്ട് എന്നുള്ള വേർഡിനാണ് നമ്മൾ വൈ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. വെൻ അതുപോലെ തന്നെ വൈ. ഞാനിപ്പോൾ കോമൺലി 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ആൻഡ് വൈ യൂസ് ചെയ്യുന്ന 2 കോമൺ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വെൻ എന്ന് പറയുന്ന വേർഡിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. വെൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എപ്പോൾ. സോ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, വെൻ വിൽ യു കം? നീ എപ്പോഴാണ് വരിക? അതായത് ആരെങ്കിലും എവിടെയെങ്കിലും പോയിരിക്കുകയാണ്, അപ്പോൾ നീ എപ്പോഴാണ് വരിക എന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ വെൻ വിൽ യു കം. നെക്സ്റ്റ്, വെൻ വിൽ യു ഗോ? നീ എപ്പോഴാണ് പോവുക? വീട്ടിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്, അപ്പോൾ ചോദിക്കുകയാണ് എന്താ നീ എപ്പോഴാണ് പോകുന്നേ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതേപോലെ വെൻ വിൽ യു ഗോ. അടുത്തത്, വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ്? വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ്? അതായത് നീ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്? ഓക്കെ, നീ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്? ഓക്കെ, ഇംഗ്ലീഷ് നമ്മൾ ലേൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണ് അവിടെ. നെക്സ്റ്റ്, ഫോർത്ത് വൺ, വെൻ വിൽ യു ഗെറ്റ് ടൈം? വെൻ വിൽ യു ഗെറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴാണ് സമയം കിട്ടുക? വെൻ വിൽ യു ഗെറ്റ് ടൈം? നിനക്ക് എപ്പോഴാണ് സമയം കിട്ടുക? ഓക്കെ. ഫിഫ്ത്ത് വൺ, വെൻ വിൽ യു ഫിനിഷ് ദിസ്? അതായത് എപ്പോഴാണ് നീ ഇത് ഫിനിഷ് ചെയ്യുക? നമ്മളിപ്പോൾ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പം അത് എപ്പോഴാണ് ഫിനിഷ് ചെയ്യുക നമ്മൾ ചോദിക്കില്ലേ? ഇത് എപ്പോഴാണ് കഴിയുക എന്ന് ചോദിക്കില്ലേ? ആ ക്വസ്റ്റ്യൻ ആണ് വെൻ വിൽ യു ഫിനിഷ് ദിസ്. ഓക്കെ, അപ്പോൾ വെൻ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നിങ്ങളൊരു 20 സെൻറ്റൻസ് ഇതുപോലെ സ്വന്തമായിട്ട് എഴുതാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ എപ്പോൾ എന്ന മീനിങ് വരുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി നോക്കാം. ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിസണിങ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, എത്രത്തോളം നമ്മൾ കേൾക്കുന്നോ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒപ്പം പ്രാക്ടീസ് കൂടി ഉണ്ടെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വിത്തൗട്ട് ലിസണിങ് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് കേട്ട് പഠിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ്സ് ഒരുപാട് കേട്ട് പഠിക്കാം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വൈ, എന്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്? അതാണ് ഫസ്റ്റ് വൺ. വൈ ആർ യു ലേറ്റ്? എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്? നമ്മൾ ഡെയിലി ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ട് പോവുകയാണ്, അപ്പോൾ ഇന്നും ലേറ്റായി. അപ്പോൾ ടീച്ചർ നോർമലി എന്ത് ചോദിക്കും? വൈ ആർ യു ലേറ്റ് ടുഡേ? എന്തുകൊണ്ടാണ് ഇന്ന് വൈകിയത്? എന്തുകൊണ്ടാണ് ഇന്ന് വൈകിയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ആർ യു ലാഫിങ്? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നേ? വൈ ആർ യു ലാഫിങ്? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വൈ ആർ യു ലാഫിങ്? ലാഫിങ് പറഞ്ഞാൽ ചിരിക്കുക. നെക്സ്റ്റ്, വൈ ഡിഡ് യു ഡു ദാറ്റ്? തേർഡ് വൺ ആണ് വൈ ഡിഡ് യു ഡു ദാറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത്? ഓക്കെ, ഇവിടെ ചെയ്ത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത്? നമ്മുടെ വീട്ടിലുള്ള ഒരു കളിപ്പാട്ടം കേടുവരുത്തി, അപ്പോൾ നോർമലി നീ എന്തിനാ അത് ചെയ്തത് എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ അതുപോലെ
എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? വൈ ഡിഡ് യു ഡു ദാറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? ഇത് കഴിഞ്ഞു പോയ കാര്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ. ഫോർത്ത് വൺ ആണ് വൈ ഡു യു തിങ്ക് ഹി ഡിഡ് ദാറ്റ്? അവൻ അത് ചെയ്തു എന്ന് എന്തുകൊണ്ടാണ് നീ ചിന്തിക്കുന്നത്? വൈ ഡു യു തിങ്ക് ഹി ഡിഡ് ദാറ്റ്? അതായത് എന്തുകൊണ്ടാണ് അവനാണത് ചെയ്തത് എന്ന് നീ ചിന്തിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ കഴിഞ്ഞു പോയൊരു കാര്യവും ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ. വൈ ഡു യു തിങ്ക്? എന്തുകൊണ്ടാണ് നീ ചിന്തിക്കുന്നത്? ഹി ഡിഡ് ദാറ്റ്, അവൻ അത് ചെയ്തു എന്നുള്ളത്. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് യു ഗോ ദേർ? എന്തുകൊണ്ടാണ് നീ അവിടെ പോയത്? വൈ ഡിഡ് യു ഗോ ദേർ? എന്തുകൊണ്ടാണ് നീ അവിടെ പോയത്? ഓക്കെ. ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ അത് എഴുതുക. ദെൻ പാസ്റ്റ് ആണോ പ്രസൻറ്റ് ആണോ ഫ്യൂച്ചർ റിലേറ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് അവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആരോടാണോ നമ്മൾ പറയുന്നത് അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ആ പ്രവൃത്തി, വെർബ്, ഒരു വെർബ് ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്തുണ്ടായിരിക്കും? ഒരു വെർബും ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാസ്റ്റ് റിലേറ്റഡ് ആണോ, പ്രസൻറ്റ് റിലേറ്റഡ് ആണോ ആൻഡ് ഫ്യൂച്ചർ റിലേറ്റഡ് ആണോ മാറ്റർ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. നമ്മൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് പാസ്റ്റ് റിലേറ്റഡ് ആണോ, പ്രസൻറ്റ് റിലേറ്റഡ് ആണോ, ഫ്യൂച്ചർ റിലേറ്റഡ് ആണോ എന്നുള്ളതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ. അപ്പോൾ നാളെ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നുള്ളത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.